സിന്ദൂരാരുണവിഗ്രഹാം തൃണയനാം മാണിക്യമൗലീസ്ഫുര താരാനായകശേഖരാം സ്മിതമുഖീം ആവീനവക്ഷോരുഹ പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽപലം വിഭ്രതീം സൗമ്യാരത്നകടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ഇതിപ്പോൾ ഞാൻ ചൊല്ലിയെന്നറിയാവോ? നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടി യുദ്ധം വെട്ടുന്ന നമ്മുടെ ധീര യോദ്ധാക്കൾക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, മാനസികമായിട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉള്ള ഒരു പ്രാർത്ഥനയാണ്. സിന്ദൂരം എന്ന് പറയുന്നത് ദേവിയുടെ ശക്തിയാണ്, ഭദ്രകാളിയുടെ ശക്തിയാണ് സിന്ദൂരം. സ്ത്രീകളുടെ ശക്തിയാണ് സിന്ദൂരം. ദേവിയുടെ മൂർത്തിമത് ഭാവമായ ഭദ്രകാളിയുടെ പ്രതീകമാണ് സിന്ദൂരം, ശക്തി. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പ്രധാനമന്ത്രി പേരിടാൻ കാര്യവും അതുകൊണ്ട് തന്നെയാണ്. സ്ത്രീകളുടെ സിന്ദൂരം എന്ന് പറയുന്നത് ഭർതൃമതിയായ ഭാര്യയെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയാണ് സങ്കല്പം. അതിപ്പോൾ ഇടുന്നവരുമുണ്ട്, ഇടാത്തവരുമുണ്ട്. പക്ഷേ ഇന്ന് ഈ അവസ്ഥയിൽ നമ്മൾ TV ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ദാരുണമായിട്ടുള്ള ആ സംഘർഷാവസ്ഥയെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ പ്രാർത്ഥന നമ്മുടെ നാടിന് വേണ്ടിയിട്ട് സമർപ്പിച്ചതാണ്, ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട്. നമ്മളിപ്പോൾ ഒന്നും അറിയുന്നില്ല. നമ്മൾ TV ഓപ്പൺ ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ അവരെ ഇങ്ങോട്ട് ആക്രമിച്ചു, നമ്മുടെ നാട്ടുകാരെയും ജമ്മു കാശ്മീരിലുള്ള പാവപ്പെട്ട നാട്ടുകാരെയൊക്കെ കൊന്നൊടുക്കുന്നതായിട്ടും നമ്മൾ നേരെ പ്രതി ആക്രമണം ചെയ്ത് അവിടെ ഷെല്ലാക്രമണം ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ TV കേൾക്കുന്നുണ്ട്. നമ്മളതെല്ലാം പേടിച്ചിരിക്കുന്നതുകൊണ്ട് അല്ലേ, നമ്മൾ നാടിൻ്റെ ഒരു ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ അറിയേണ്ട കാര്യം, നമ്മളിപ്പോൾ TV ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ടെങ്കിലും എങ്കിലും ഭൂരിഭാഗം ആളുകളും ഇതൊന്നും അറിയാതെ നമ്മൾ ഇങ്ങനെ ജീവിതം ആസ്വദിച്ച് സന്തോഷമായിട്ട് നമ്മുടെ തുടരും സിനിമയും എല്ലാം വീണ്ടും വീണ്ടും കണ്ട് സന്തോഷമായിട്ട്, മോഹൻലാലിൻ്റെ അഭിനയ മികവ് വീണ്ടും തെളിയിക്കുന്ന ഒരു സിനിമയാണത്. അതെല്ലാം വീണ്ടും വീണ്ടും കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാവലായിട്ട് നിൽക്കുന്ന കുറേ അധികം വീരയോദ്ധാക്കളുണ്ട്, പട്ടാളക്കാർ അല്ലേ. അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? അവരുടെ വീട്ടുകാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഏത് നിമിഷവും ജീവിതത്തിൽ നിന്ന് വീരമൃത്യു അടയാനായിട്ട് സാധ്യതയുള്ളതാണ് നമ്മുടെ ഈ വീരയോദ്ധാക്കൾ ആയിട്ടുള്ള നമ്മുടെ സോൾജിയേഴ്സ്, നമ്മുടെ സഹോദരങ്ങൾ. നമുക്ക് വേണ്ടി അവരവിടെ പടവെട്ടുമ്പോൾ അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അഥവാ ചിന്തിച്ചില്ലെങ്കിൽ അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ ജീവൻ പണയം വെച്ച് അവരുടെ ഭാര്യയെയും കുഞ്ഞിനെയും അമ്മയെയും അച്ഛനെയും സഹോദരങ്ങളെയും ഉപേക്ഷിച്ച് നാടിൻ്റെ അതിർത്തിയിൽ നമുക്ക് വേണ്ടി പടവെട്ടുന്നവരാണ് അവർ. അവരുടെ ആ ഒരു കരുതൽ നമ്മൾ അറിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അവരുടെ വീട്ടുകാർക്ക് ഒരു തുണയായിട്ടൊരു വാക്ക് സംസാരിക്കാൻ നമ്മളുണ്ടോ? എത്രയോ മിലിറ്ററിയിൽ ജോയിൻ ചെയ്ത എത്രയോ ആൺകുട്ടികൾ ഉള്ള വീടുകളുണ്ട് അല്ലേ. മക്കളെ സോൾജിയറായിട്ട് വിടുന്നത്, പട്ടാളത്തിൽ ജോലിയിട്ട് പോയിട്ടുള്ള എത്രയോ വീടുകൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അവരുടെയൊക്കെ മാനസിക അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം അല്ലേ. അവർ ജോലിക്ക് പോയേക്കുവാണ്, പക്ഷേ അവർ തിരിച്ചു വരുമോ എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ലാതെയാണ് നമ്മുടെ ഈ സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങൾ ജീവിക്കുന്നത്. അവരെക്കുറിച്ച് നമ്മൾ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഭാരതാംബയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ. നമ്മുടെ ഭാരതാംബ നമ്മുടെ ദേവിക്ക് വേണ്ടിയിട്ട് ഭദ്രകാളി രൂപത്തിൽ തന്നെയാണ് നമ്മുടെ സൈന്യം അവരെ പ്രത്യാക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭദ്രകാളിക്ക് തുല്യമാണത്. ഭദ്രകാളിക്ക് കോപം വന്നു കഴിഞ്ഞാൽ ദാരികനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് അതീവ തീവ്രമേറിയ ഒരു രൂപം ആണ് ഭദ്രകാളി എന്ന് പറയുന്നത്. ആ ഭദ്രകാളിയെ ദേഷ്യം
ശമിപ്പിക്കുക. അതായത് പെണ്ണുരുമ്പിട്ടാൽ നീണ്ടില്ലേ, അതുപോലെ ഭദ്രകാളി ദാരികനെ വധിക്കാൻ വേണ്ടിയിട്ട് മൂർത്തിമത് ഭാവമായിട്ട് അവതരിക്കുന്നതാണ്. ആ സമയത്ത് ഭഗവാന്റെ ദേവിയുടെ ദേഷ്യം, കോപം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പരമശിവൻ ചെന്ന് താഴെ കിടന്ന് ഉടക്കുകയാണ്. ആ ചവിട്ട് പരമശിവന്റെ നെഞ്ചത്ത് ചവിട്ടുമ്പോഴാണ്, അറിയാതെയാണ് ചവിട്ടുന്നത്, പക്ഷെ ചവിട്ടിയപ്പോഴാണ് ദേവിയുടെ ആ ഒരു എന്താ പറയുക, ആ കോപം ഒന്ന് അടങ്ങിയത്. അപ്പം അതൊരു കഥ മാത്രമാണ്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ അതിർത്തിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു, ജീവനോടും മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ മിലിറ്ററിക്കാർ റിട്ടയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ മിക്കവാറും കഷ്ടമാണ് അവരുടെ കാര്യം. അവരേതെങ്കിലും കടയിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുക അല്ലേ, ഷോപ്പുകളിൽ സെക്യൂരിറ്റി ആയിട്ട് ഈ വരുന്നവർക്കും പോകുന്നവർക്കും വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. അതിൽ മിക്കവാറും എല്ലാം എക്സ് മിലിറ്ററിയാണ്. അതൊക്കെ ഗവൺമെൻറ് കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ട രീതിയിലുള്ള ജോലികൾ കൊടുക്കണം. സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതിർത്തിയിൽ സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞ് ഇവിടെ വന്നൊരു കടയുടെ ഫ്രണ്ടിൽ പോയി സെക്യൂരിറ്റി ആകേണ്ട കാര്യമൊന്നും ശരിക്കും പറഞ്ഞാൽ അത് വളരെ അതൊരു മാന്യമായ ജോലി തന്നെയാണ്, അല്ലെന്നല്ല, ഒരു ജോലിയിലും നമ്മളെ ഒന്നും കുറച്ച് കാണുന്നില്ല. പക്ഷേ അതിർത്തിയെ ഈ രാജ്യം മൊത്തം കാത്ത് സൂക്ഷിച്ചവരെ അവരുടെ റിട്ടയർമെൻറ്റ് 15 വർഷം കഴിയുമ്പോഴോ മറ്റവർക്ക് പോന്നു കഴിഞ്ഞ് ഓരോ കൊച്ചു കൊച്ചു കടകളുടെ വാതിക്കാരൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ശരിക്കും സങ്കടം വരാറുണ്ട്. പിന്നെ നമ്മളിവിടെ എല്ലാ പോലീസുകാർക്കും മറ്റേ ഗവൺമെൻറ് ഓഫീസിലെ ഒരു ക്ലർക്കിനെ വരെ നമ്മൾ സാറ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഒരു പട്ടാളക്കാരൻ റിട്ടയർ കഴിഞ്ഞ് വന്നാലോ ചേട്ടാ എന്നാണ്. കാരണം പുള്ളി പട്ടാളക്കാരനായിരുന്നോ ആണോ എന്തൊന്നും നമുക്കറിയത്തില്ല, ചേട്ടാന്നാണ് വിളിക്കുന്നത്. ചേട്ടാ എന്നുള്ളത് മോശം വാക്കായിട്ടല്ല, അവരുടെ ആ ഒരു പ്രൊഫഷനെ നമ്മൾ മാനിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് വേണ്ടിയിട്ട് ഈ കിടന്ന് പാടുപെടുന്നവർ. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവരും ചിന്തിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. കാരണം നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഭാരതാംബയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അതിർത്തിയിൽ മല്ലിട്ട് കൊണ്ടിരിക്കുന്ന നമ്മുടെ ധീര ജവാന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ